കണ്ടുള്ളൂ എന്ന് പറയുന്നില്ല, ഞാൻ കണ്ടു, ഇനി നിങ്ങളെ കൂടി കാണിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നു, മറ്റ് സെലിബ്രിറ്റികളുടെ വീട് കാണാൻ പോകുമ്പോൾ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇവിടേക്ക് യാത്ര തിരിച്ചപ്പോഴും യാത്രാ മധ്യത്തിലുമൊക്കെ കേൾക്കേണ്ടി വന്നത്. മലയാളികളുടെ ബാലാമണിയുടെ വീട് എത്ര പേർക്കറിയാം? നായികയായും ഡാൻസറായും മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി ഇന്നോളം നിറഞ്ഞു നിൽക്കുന്ന നവ്യ നായരുടെ വീട്ടിലേക്കാണ് ഈ യാത്ര. നവ്യ എന്ന നടിയുടെ പേഴ്സണൽ കാര്യങ്ങളെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന ആളുകളെ ചായക്കടയിൽ വരെ കണ്ടുമുട്ടി. ഉദ്ദേശവും ലക്ഷ്യവും അതല്ലാത്തതിനാൽ ഞാൻ നവ്യ ചേച്ചിയുടെ വീടിനെ പറ്റി ചോദിച്ചറിഞ്ഞു. എറണാകുളം കാക്കനാട് പാടമുകൾ റോഡ് ഇടത് കയറി വരുന്ന ലീഡർ കരുണാകരൻ റോഡ് നേരെ പോകുമ്പോൾ ചെന്നെത്തുന്നത് നവ്യ ചേച്ചിയുടെ വീടിനു മുന്നിൽ. ദിലീപേട്ട നായകനായ ഇഷ്ടം എന്ന സിനിമയിലൂടെ ധന്യ എന്ന പെൺകുട്ടി നവ്യ നായരായും മലയാളി മനസ്സിൽ ഇടം നേടിയ കഥകൾ എല്ലാവർക്കും അറിയാം. സൂക്ഷിച്ചു നോക്കണ്ട, ഇത് ആർട്ട് ഗാലറിയല്ല, ഇത് തന്നെയാണ് നവ്യ ചേച്ചിയുടെ വീട്. ഇഷ്ടിക കൊണ്ട് ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വീടിന്റെ ഗേറ്റ് പോലും വെറൈറ്റി. മറ്റു സെലിബ്രിറ്റികളുടെ വീടിനെ വെച്ച് നോക്കിയാൽ അധികം പൈസ ചെലവില്ലാതെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയി ചെയ്ത വീടെന്ന് തോന്നിക്കുന്നു. പുറകിൽ കാണുന്ന ഫ്ളാറ്റുകളെല്ലാം അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ താമസിക്കുന്നവയാണ്. നവ്യ ഡാൻസ് ക്ലാസ് നടത്തുന്നത് ഇവിടെ തന്നെ. അതിനും കൂടി വേണ്ടിയിട്ടാകാം ഇത്തരമൊരു നിർമ്മാണ രീതി വീടിന് നൽകിയത്. കൊട്ടിയമ്പലം പോലെ തന്നെയാണ് പല ഭാഗങ്ങളും. ആലപ്പുഴ ജില്ലയിലെ മുതുകുളമാണ് നവ്യയുടെ സ്വദേശം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇഷ്ടം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, കല്യാണരാമൻ, പാണ്ടിപ്പട, ഗ്രാമഫോൺ, പട്ടണത്തിൽ സുന്ദരൻ തുടങ്ങിയ ചിത്രങ്ങളിലും ദിലീപിന്റെ നായികയായി അഭിനയിച്ചു. നന്ദനത്തിലെ ബാലാമണിയാണ് നവ്യയുടെ ഏറ്റവും ജനപ്രിയ കഥാപാത്രം. 2002 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും അവർ നേടി. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിച്ച നവ്യ നായർ ആലപ്പുഴ ജില്ലയുടെ യുവജനോത്സവത്തിൽ കലാതിലക പട്ടം നേടിയിട്ടുണ്ട്. ഒപ്പം നവ്യ ഇംഗ്ലീഷ് ബിരുദധാരി കൂടിയാണ്. അഴകിയ തീയ എന്ന ചിത്രത്തിലൂടെയാണ് നവ്യയുടെ തമിഴ് സിനിമയിലെ അരങ്ങേറ്റം. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് 2009 പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ ആടും കൂത്തായിരുന്നു. മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൽ നവ്യ നായർ അവതരിപ്പിച്ച മണിമേഖല എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് TV ചന്ദ്രൻ സിനിമ ഒരുക്കിയത്. ആദ്യ 2 തവണ 2002 നന്ദനത്തിനും 2005 സൈറയ്ക്കും ശേഷം 3ാം തവണയും മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടു. ഏകദേശം 50 സിനിമകൾ അവരുടെ ക്രെഡിറ്റിലുണ്ട്. നയൻതാരയെ പകരം കൊണ്ടുവരുന്നതിന് മുൻപ് അയ്യ എന്ന ചിത്രത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്തത് നവ്യയായിരുന്നു. വിവാഹശേഷം നവ്യ മുഴുവൻ സമയ അഭിനയ ജീവിതം നിർത്തി.
2012 സീൻ 1 നമ്മുടെ വീട് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോൾ എന്തായാലും നവ്യ ചേച്ചിയുടെ വീടും നമുക്ക് കാണാൻ സാധിച്ചുവല്ലോ അല്ലേ?